ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം വളരെ അനിവാര്യമാണ്. ഇന്ത്യ സഖ്യത്തിന് വിജയം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതുതരം വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണെന്ന് സാരം. ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റിൽ മത്സരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്കാണ് ഇക്കുറി മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തെ അധികാരത്തിലെത്തിക്കുവാൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെല്ലാം ഘടകകക്ഷികളുമായി കൃത്യമായ ധാരണയിലെത്തിയിട്ടുണ്ട് കോൺഗ്രസ്. 27 സംസ്ഥാനങ്ങളിൽ നിന്ന് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 278 ഇടങ്ങളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ ഒട്ടുമിക്ക സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചെങ്കിലും ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം നടന്നിട്ടില്ലാത്ത 2 ലോക്സഭാ മണ്ഡലങ്ങൾ, ഒന്ന് റായ്ബറേലിയും മറ്റൊന്ന് അമേഠിയുമാണ്. റായ്ബറേലി കോൺഗ്രസിന്റെ കുത്തക സീറ്റാണ്. അമേഠി അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ സ്മൃതി ഇറാനിയാണ് ഭരിക്കുന്നത്. അത്തരത്തിൽ BJP പലതരത്തിലും രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് മത്സരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് കോൺഗ്രസ് പാളയങ്ങൾ അറിയിക്കുമ്പോൾ കൃത്യമായൊരു ധാരണ കോൺഗ്രസിനുള്ളിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. സൂചനകൾ മാത്രമാണ് അമേഠിയിലും റായ്ബറേലിയിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കും എന്നുള്ളത്. എങ്കിലും പാർട്ടി പറഞ്ഞാൽ താൻ അമേഠിയിൽ മത്സരിക്കുവാൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുമുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനം കൂടിയാകുമ്പോഴേക്കും ഉത്തർപ്രദേശിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലാത്ത റായ്ബറേലിയും അമേഠിയും കൂടി തീരുമാനത്തിലേക്കെത്തും. അങ്ങനെ വന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഉൾപ്പെടുത്തി 20 ഇടത്തെ സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് തീരുമാനിക്കാനുണ്ട്. അതും എത്രയും വേഗം പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ 300-നടുത്ത സീറ്റുകളിലേക്ക് മാത്രമായിരിക്കും ഇക്കുറി കോൺഗ്രസ് മത്സരിക്കുവാൻ പോകുന്നത്. അതായത് നാളിതുവരെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024. എല്ലാത്തരം വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് തയ്യാറാണ് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നതും എന്ന് പറയാം. ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും ബീഹാറിലും തമിഴ്നാട്ടിലുമാണ് കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് കൂടുതൽ ഇടം നൽകിയിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും അമേഠിയിലും അടക്കം 17 ഇടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ബീഹാറിലും തമിഴ്നാട്ടിലും 9 ഇടങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. ബംഗാളിലാകട്ടെ 13 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞു കോൺഗ്രസ്. അതായത് കൃത്യമായ വിട്ടുവീഴ്ചകൾക്ക് ഇടം നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നത്. ഒറ്റകക്ഷിയായി നിന്ന് അധികാരത്തിലേക്ക് എത്തണമെന്ന വ്യാമോഹമൊന്നും കോൺഗ്രസിനില്ല. കൃത്യമായ ഘടകകക്ഷികളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിക്കായി കോൺഗ്രസ് 17 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്നു. അതായത് സഖ്യരൂപീകരണത്തിന് ശേഷം 2023 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിന് കൃത്യമായ ധാരണ ഉണ്ടാക്കാതെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കോൺഗ്രസ് നിലകൊണ്ടതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അത്തരത്തിലൊരു തീക്കളിക്ക് കോൺഗ്രസ് തയ്യാറല്ല. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ 17ലേക്ക് ഒതുങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം കാര്യമായ രീതിയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിന് വിജയിച്ചു വരണമെന്ന കോൺഗ്രസിന്റെ അടിയുറച്ച തീരുമാനത്തിന്റെ പുറത്ത് തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുമായി ധാരണയുണ്ടാക്കി ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും 6 സീറ്റുകളാണ് കോൺഗ്രസ് വിട്ടുകൊടുത്തിട്ടുള്ളത്. കോൺഗ്രസ് ആദ്യമായല്ല ഒരു സഖ്യരൂപീകരണം നടത്തുന്നത്. 2004 മറ്റു പാർട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സഖ്യകക്ഷിയായി കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ മത്സരം കുറച്ച് കടുപ്പത്തിൽ തന്നെയാണ്. അധികാരത്തിൽ എത്തേണ്ടത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് എന്തുതരം വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാർ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒറ്റകക്ഷിയായി ഇന്ത്യയെ ഭരിക്കാമെന്ന വ്യാമോഹമൊന്നും കോൺഗ്രസിനില്ല എന്ന് സാരം. അതായത് ഘടകകക്ഷികളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മഹാശക്തിയായി നിന്ന് ഇന്ത്യ സഖ്യത്തിനെ 2014 മുതൽ ഇന്ത്യ ഭരിക്കുന്ന NDAയെ താഴെ ഇറക്കുക എന്ന ഒറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും അടക്കം മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പടപ്പുറപ്പാടിന് തയ്യാറെടുക്കുന്നത്. ഇത് കുറച്ച് കാര്യമായ ഒരു പോരാട്ടം തന്നെയാണെന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒറ്റകക്ഷിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം മത്സരിച്ചിട്ടുള്ള കോൺഗ്രസ് ഇക്കുറി ഘടകകക്ഷികളെ ചേർത്ത് നിർത്തുമ്പോൾ എത്ര സീറ്റുകളിലാണ് മത്സരിക്കുവാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് എത്ര സീറ്റുകളിൽ മത്സരിച്ചു, എത്ര സീറ്റുകളിൽ വിജയിച്ചു എന്ന് പരിശോധിക്കാം. 1989 510 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 197 സീറ്റുകളിലാണ് വിജയിച്ചത്. എന്നാൽ 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ 487 സീറ്റുകളിലേക്ക് കുറഞ്ഞ് മത്സരിച്ച കോൺഗ്രസ് 244 സീറ്റുകളിൽ വിജയിച്ചു.
1996 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും സീറ്റുകളുടെ എണ്ണം കൂട്ടി 529ആയി. അന്നും വിജയിച്ച സീറ്റുകളുടെ എണ്ണം 140ലേക്ക് കുറഞ്ഞു. വീണ്ടും കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നു. 1998 477 സീറ്റുകളിലേക്ക് കോൺഗ്രസ് മത്സരിച്ചപ്പോൾ 141 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുന്നു. ഒരു സീറ്റിന്റെ മാത്രം വർധനവ്. 1999 കോൺഗ്രസ് വീണ്ടും സീറ്റ് വർദ്ധിപ്പിക്കുന്നു. 453 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ വീണ്ടും സീറ്റുകളുടെ എണ്ണം കുറഞ്ഞ് 114ലേക്ക് കൂപ്പുകുത്തുന്നു. 2004 417 സീറ്റുകളിലേക്ക് വീണ്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ 145 എന്ന മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് വളരുന്നു. 2009 440 സീറ്റുകളിലേക്ക് വീണ്ടും കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വർദ്ധിപ്പിച്ചപ്പോൾ 206 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുന്നു. 2014 464 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ സീറ്റിലേക്ക് കോൺഗ്രസ് പരാജയപ്പെടുന്നു. 44 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുന്നു. 2019 421 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് 52 സീറ്റുകളിൽ മാത്രം വിജയിക്കുവാൻ സാധിക്കുന്നു. അതായത് ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് കുറഞ്ഞ സീറ്റുകളിൽ മത്സരിക്കുന്ന സമയങ്ങളിലെല്ലാം മെച്ചപ്പെട്ട രീതിയിലുള്ള ഭൂരിപക്ഷമോ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ സീറ്റുകൾ നേടുകയോ അല്ല വിജയത്തിലേക്ക് എത്തുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി 300-ലടുത്ത് സീറ്റുകളിലേക്ക് മാത്രം മത്സരിക്കുവാൻ പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഘടകകക്ഷികളാർന്ന പാർട്ടികളുടെ ശക്തികൾ കൂടി തങ്ങളോടൊപ്പം ചേരുമ്പോൾ NDA സഖ്യത്തിനെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന ഒരു മഹാശക്തിയായി കോൺഗ്രസ് മാറുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മല്ലികാർജ്ജുന ഖാർഗെയും സംഘവും. ഇനി കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ നാളുകളാണോ എന്ന് വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ തിരിച്ചറിയാം.